ജാസ്മിൻ എന്നപ്പോ ഗബ്രിയോട് ലൈവിൽ പറഞ്ഞൊരു കാര്യമാണിത്. ഇവിടെ എന്റെ തന്ത വിളിച്ച് പൊരിച്ചിട്ട് പോലുമെന്ന്. അന്നത്തെ ഫോൺ കോളിന്റെ സംഭവമാണ് അപ്പൊ ജാസ്മിൻ അവിടെ പറയുന്നത്. ബിഗ് ബോസ് പ്രേക്ഷകരെ അന്ന് ആ കോള് കാണിച്ചിരുന്നില്ല. ഇന്ന് പക്ഷെ ജാസ്മിന്റെ വായിൽ നിന്ന് തന്നെ സത്യം വന്നിരിക്കുകയാണ്. ജാസ്മിന്റെ വാപ്പ ജാസ്മിനെ വിളിക്കും, ഒരുപാട് ചീത്ത പറഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ ജാസ്മിൻ ഇന്നത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാഴ്ച മുമ്പ് ജാസ്മിനും ബാപ്പയും തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞിട്ട് ജാസ്മിൻ അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞത് ജാസ്മിന്റെ ബാപ്പ അറ്റാക്ക് ആയിട്ട് അതിന്റെ കാര്യം പറയാനാണ് വിളിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് നമ്മളോട് പറഞ്ഞത് അസുഖമായതുകൊണ്ടാണെന്നുള്ള രീതിയിലും അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ബിഗ് ബോസ് അത് പുറത്ത് കാണിക്കാത്തതെന്നാണ്. എന്നാൽ ഈ വീഡിയോ കാണണമെന്ന് ഒരുപാട് ബിഗ് ബോസ് പ്രേക്ഷകർ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് അന്ന് വീഡിയോ കാണിക്കാണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ സീസണിലൊക്കെ ഒരാളുടെ ഫാദർ മരിച്ചപ്പോൾ പോലും ബിഗ് ബോസ് ആ വീഡിയോ ഒക്കെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ബിഗ് ബോസ് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് തന്നെ ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. പാപ്പയുടെ അസുഖത്തെക്കാൾ കൂടുതൽ ഗബ്രിയുമായിട്ട് ഒന്നിച്ചിരുന്ന കാര്യങ്ങളും മറ്റുമൊക്കെയാണ് ജാസ്മിൻ അന്ന് പുറത്തു വന്നിട്ട് പറഞ്ഞത്. അപ്പൊ തന്നെ ബിഗ് ബോസ് പ്രേക്ഷകരെ കൂടുതൽ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇന്നത്തോടെ അത് തെളിഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസ് വീടിനുള്ളിൽ ജാസ്മിൻ കാണിച്ചു കൂട്ടുന്നതെല്ലാം അതിർ കിടക്കുന്നതാണെന്നും അതുപോലെ തന്നെ വാപ്പ ജാസ്മിൻ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ജാസ്മിൻ അത് കഴിഞ്ഞിട്ട് 2 ദിവസം ഗബ്രിയൊക്കെ ആയിട്ട് വലിയ മാറിയിരിക്കലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ജാസ്മിൻ എന്തായാലും അറിയാം ജാസ്മിന്റെ ഈ ഗെയിം നെഗറ്റീവ് ആണെന്നൊക്കെ ഉള്ളത്. തന്ത വിളിച്ച് പൊരിച്ചിട്ട് പോലും താൻ മാറിയില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ജാസ്മിൻ അവിടെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബിഗ് ബോസ് പ്രേക്ഷകരെ പറ്റിക്കുകയാണോ?